ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് അടിപൊളി ഷേക്ക് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ ഒരുപോലെ സംരക്ഷണം തരുന്ന ഒരു ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പോണത് മുത്താറി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച മുത്താറിയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ മുത്താറി പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് ആ പൊടി മാത്രം എടുക്കും. അതിൻ്റെ തൊലിയാണ് കളയൂലേ. അപ്പോൾ ആ തൊലി കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തൊലിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ തൊലിയും കൂടി ചേർത്തിട്ട് നിങ്ങൾ മുത്താറി ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് ആ പൊടിച്ചിന് ഞാനൊരു 2 കയ്യിൽ മുത്താറി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. ഇനി ഒരു പിഞ്ചുപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മധുരത്തിന് പകരം ഞാൻ ഇവിടെ കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരക്ക് പകരം കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കണേ. ഇനി കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമുക്ക് ഒഴിവാക്കാം, കാരണം പഞ്ചസാര നമുക്ക് ഏറ്റവും കേടാണ് ശരീരത്തിന്. ഇനി നമുക്ക് മൊത്തത്തിൽ ഷേക്കിന് വേണ്ടത് 1 കപ്പ് പാലാണ്. അതിൽ നിന്നൊരു 1/2 കപ്പ് പാൽ ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പൊടിയൊക്കെ നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ തന്നെ കട്ടയില്ലാതെ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഇത് ചൂടാകുന്ന വരെ നല്ല തീയിലും പിന്നെ തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കുക്കാവും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് അടിയിലും പിടിക്കും. അത് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ട് നല്ലോണം ഒന്ന് വെന്തിക്കണേ. അപ്പോൾ നമുക്കിത് വാങ്ങി ചൂടാറാനും വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മുത്താറി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളില്ലാതെ രക്തശുദ്ധിക്കും അതുപോലത്തെ ഒരുപാട് പ്രതിരോധ ശക്തിക്കും നമുക്ക് വേണ്ട ഒരു നല്ലൊരു ഘടകമാണ് മുത്താറി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ചോറൊക്കെ കഴിക്കാനാവാത്ത കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവരെ വളർച്ചക്കും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വലിയവർക്ക് ഇതുപോലെ കഴിക്കാൻ ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നല്ലോണം ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാറിന് ശേഷം മാത്രം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൽക്കണ്ട ആദ്യം ചേർത്തിട്ട് മധുരത്തിന് വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഷേക്കാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിനത്ര മധുരം നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി കൽക്കണ്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൽക്കണ്ടതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ കുറച്ച് ഒരു പാത്രം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു 3/4 ഭാഗം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം തിക്ക് ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 സാധനങ്ങൾ ചേർക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലതായ ആപ്പിളാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ബനാനയോ അതുപോലെ സ്ട്രോബെറിയോ ഗിവിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നട്ട്സ് ഏതെങ്കിലും ഒരു നട്ട്സ് വേണം. അപ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലോണം ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് തിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് ഒന്ന് തിക്കത് കുറച്ചിക്കണേ. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കാനും ഒന്നും കൂടി നല്ലത്. അപ്പോൾ തണുപ്പ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാനും നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തണുപ്പിച്ചിട്ടോ തണുപ്പിക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഒരുപാട് അസുഖങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. അപ്പോൾ അതിനൊക്കെ നേരിടാൻ വേണ്ടി നല്ല ആരോഗ്യം വേണം. അപ്പോൾ ഇതുപോലത്തെ ഡ്രിങ്കൊക്കെ നമുക്ക് ഉണ്ടാക്കി അതിൽ ആരോഗ്യം വീണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നത് കേൾക്കാം കേട്ടോ.